പ്രൈസ് ദി ലോർഡ്. വീണ്ടും ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് നമുക്ക് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കർത്താവ് നമ്മെ പരിപാലിച്ചു. നമ്മുടെ കുറവുവശങ്ങളൊന്നും ഓർക്കാതെ, താഴ്ചയും വീഴ്ചയും ഒന്നും ഓർക്കാതെ തൻ്റെ ചിറകിൻ കീഴിൽ നമ്മളെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ നമുക്ക് അധികമായി മഹത്വപ്പെടുത്താം. ദൈവം നമ്മോട് കരുണ കാണിക്കുകയും നമ്മോട് കൃപ കാണിക്കുകയും നമ്മളെയും നമുക്കുള്ളതിനെയും ഒക്കെയും അവിടെയൊക്കെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യർ ദൈവസന്നിധിയിൽ സാക്ഷ്യം പറയുന്നത് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മൾ ധാരാളം സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പോകുമ്പോൾ, ഒരു സഭായോഗത്തിൽ പോകുമ്പോൾ, ഒരാരാധനയിൽ ഒക്കെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ സാക്ഷ്യം പറയാറുണ്ട്. അനേകരുടെ സാക്ഷ്യം കർത്താവ് എനിക്ക് ഇന്നത് ചെയ്തു, നന്മ ചെയ്തു, ഉപകാരം ചെയ്തു, ഇന്ന രോഗത്തിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചു, മരണകരമായ അനർത്ഥങ്ങളിൽ നിന്നും രോഗശയ്യയിൽ നിന്നൊക്കെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിച്ചു എന്നൊക്കെ അത്ഭുതകരമായ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യമാണ്. അങ്ങനെ ഒരു സാക്ഷ്യം ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? യേശു നമ്മളോട് സാക്ഷ്യം പറയുവാൻ ഇറങ്ങി വന്നാൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ, ഭൗമികമായി നാം ഇടപെടുന്ന സാമൂഹിക തലങ്ങളിലൊക്കെയും അതിനെക്കുറിച്ചൊക്കെ കർത്താവ് നമ്മോടൊരു സാക്ഷ്യം, തൻ്റെ സാക്ഷ്യം പറയാൻ ആരംഭിച്ചാൽ എത്ര പേർക്ക് അത് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവ് യേശു പറയുന്നതായ ഒരു സാക്ഷ്യത്തെ ഇന്ന് പകൽക്കാലം കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 14 അധ്യായത്തിൻ്റെ 16ഉം 17ഉം വാക്യം. അപ്പോസ്തലനായ പൗലോസ് കർത്താവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയുകയാണ്. മനുഷ്യരോടുള്ളതായ സകല ഭൂസീമാവാസികളോടുമുള്ള കർത്താവിൻ്റെ സാക്ഷ്യം താൻ അത് വിവരിക്കുകയാണ്. അതിങ്ങനെ തുടങ്ങുന്നു. 16 വാക്യം. കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെയും അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. 17 വാക്യം. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്ന സാക്ഷ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നമുക്കിഷ്ടം പോലെ സഞ്ചരിച്ചു, നമുക്കിഷ്ടം പോലെ നമ്മൾ സംസാരിച്ചു, നമുക്കിഷ്ടം ഉള്ളതുപോലെ നമ്മൾ ആരാധിച്ചു, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ദൈവത്തോട് ചോദിച്ചിട്ടല്ല പല കാര്യങ്ങളും ചെയ്തത്. നമുക്കിഷ്ടം പോലെ, നമ്മുടെ താല്പര്യം പോലെ, നമ്മെ സന്തോഷിപ്പിച്ച കാര്യങ്ങൾ എങ്ങനെയാണോ, ഏത് രീതിയിലാണോ ആ രീതിയിൽ നമ്മൾ മുന്നേറി. എങ്കിലും കർത്താവിന് നമ്മോട് പറയുവാൻ ഒരു സാക്ഷ്യം, നീ ഇതൊക്കെ ചെയ്തുവെങ്കിലും ഞാൻ നിന്നോട് വിരോധിച്ചിട്ടില്ല, ഞാൻ നിന്നെ ശാസിച്ചിട്ടില്ല, ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല, ഞാൻ നിന്നെ ദുഃഖിപ്പിച്ചിട്ടില്ല, കരയിപ്പിച്ചിട്ടില്ല. എങ്കിലും എന്താണ് ചെയ്തെന്നറിയാമോ? ഇതൊക്കെ നിൻ്റെ സ്വന്തം വഴികളിൽ നിങ്ങൾ ഇതൊക്കെ ചെയ്യുവാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചു, ഞാൻ നടക്കുവാൻ സമ്മതിച്ചു. അതിനുശേഷം 17 വാക്യത്തിൽ തുടങ്ങുകയാണ് തൻ്റെ യഥാർത്ഥമായ സാക്ഷ്യം. എങ്കിലും അവൻ യേശു നന്മ ചെയ്യുകയും ആകാശത്തു നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തന്നു, ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കി ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ചുള്ളതായ സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. കർത്താവ് തൻ്റെ സാക്ഷ്യം നമ്മുടെ കൺമുമ്പിൽ വയ്ക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, നമ്മുടെ ഭവനത്തോട് പറയുകയാണ്, നമ്മുടെ ഭാര്യയോട് പറയുകയാണ്, ഭർത്താവിനോട് പറയുകയാണ്, മാതാപിതാക്കളോട് പറയുകയാണ്. എന്താണെന്നറിയാമോ? നീ ഇതൊക്കെ ചെയ്തെങ്കിലും ദൈവത്തെ ആരാധിക്കേണ്ട രീതിയിൽ ആരാധിച്ചില്ല, ദൈവത്തെ സ്നേഹിക്കേണ്ട രീതിയിൽ ഒന്നും സ്നേഹിച്ചില്ല, നിനക്കിഷ്ടം പോലെ സഞ്ചരിച്ചു, എങ്കിലും അവൻ നിൻ്റെ വീടിനെ പട്ടിണിയാക്കിയില്ല, നിൻ്റെ രോഗശയ്യയിൽ നിന്നെ കിടക്കുമാറാക്കിയില്ല, എഴുന്നേറ്റ് നടത്തിച്ചു, നിന്നെ കരയിപ്പിച്ചില്ല, വേദന അധികം അനുഭവിക്കുവാൻ നിന്നെ കടത്തിവിട്ടില്ല, നീ പറഞ്ഞപ്പോഴൊക്കെയും ആഗ്രഹിച്ചതൊക്കെ നിൻ്റെ കൺമുമ്പിൽ നിനക്ക് തന്നു, നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം കൊടുത്തു, നീ വേണ്ടതൊക്കെ പല കാര്യങ്ങളും നീ ചോദിച്ചതും ചോദിക്കാത്തതും
ദൈവം നിനക്ക് നൽകി തന്നു. കാരണം എന്താണെന്നറിയാമോ? ഒരു ദിവസം ഈ സാക്ഷ്യവുമായി നിൻ്റെ ഭവനത്തിൽ കർത്താവിന് പ്രത്യക്ഷപ്പെടേണ്ടതായിട്ടുണ്ട്. വ്യക്തിപരമായി കർത്താവിന് ഈ സാക്ഷ്യം നിന്നോട് പറയുവാനുണ്ട്, കുഞ്ഞുങ്ങളോട് പറയുവാനുണ്ട്, ഭാര്യയോടും ഭർത്താവിനോടും പറയുവാനുണ്ട്, മാതാപിതാക്കളോട് പറയുവാനുണ്ട്, നിൻ്റെ സഹോദരവർഗങ്ങളോട് പറയുവാനുണ്ട്, നിൻ്റെ ആരാധനയിൽ പറയുവാനുണ്ട്. അങ്ങനെ സകല തലങ്ങളിലും നമ്മൾ കൊടുക്കുന്ന സാക്ഷ്യത്തെക്കാൾ കൂടുതൽ കർത്താവിന് നമ്മളോടുള്ള ഒരു സാക്ഷ്യം. നീ എൻ്റെ വഴികളിൽ നടക്കാതിരുന്നിട്ടും ഞാൻ നിന്നെ കൈവിട്ടില്ല. നീ എന്നെ ദ്വേഷിപ്പിച്ചു എങ്കിലും ഞാൻ നിന്നെ വേദനിപ്പിച്ചില്ല. നീ എന്നെ തിരസ്കരിച്ചു, എന്നെ ദൂഷിച്ചു, അപമാനിച്ചു എങ്കിലും ഞാൻ നീ പോയിടത്തൊക്കെയും നിന്നെ മാനിച്ചു. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈ പ്രഭാതത്തിൽ, കർത്താവിൻ്റെ സാക്ഷ്യത്തെ നമ്മളൊന്ന് ഒത്തുകൊള്ളുവാൻ ഈ പ്രഭാതത്തിൽ നമ്മൾ നമ്മുടെ മനസ്സ് വയ്ക്കുമെങ്കിൽ ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഹൃദയത്തെ നുറുങ്ങുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അതാണ് കർത്താവിന് ആവശ്യം. ഹൃദയം നുറുങ്ങുന്നത് അപ്പോഴാണ്. എന്താണെന്നറിയാമോ? നാം കർത്താവിന് വിരോധികളായിരുന്നിട്ടും ശത്രുവായിരുന്നിട്ടും കർത്താവിനോട് നാം വിശ്വസ്തത പാലിക്കാതിരുന്നിട്ടും യേശു തൻ്റെ വിശ്വസ്തതയിൽ ഉറച്ചു നിന്നു. നാം അവിശ്വസ്തരാണെങ്കിലും അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയാം, നാം അവിശ്വസ്തരാണ് പലപ്പോഴും, എങ്കിലും അവൻ എപ്പോഴും നമ്മളോട് വിശ്വസ്തനായി നിന്നു. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ എന്ത് കാണിച്ചാലും ജീവിതാവസാനം വരെയും ആ വിശ്വസ്തത കർത്താവ് വെച്ചു പുലർത്തുകയല്ല. ഒരു ദിവസം നമ്മളെയും വിശ്വസ്തരാക്കുവാൻ കർത്താവ് നമ്മെ പണിയേണ്ടതിന്, നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുകൊണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകൊണ്ട്, നമ്മുടെ കുടുംബജീവിതത്തിൽ കർത്താവിൻ്റെ നാമം അത് സ്ഥാപിക്കപ്പെടുവാൻ, ഐശ്വര്യമാക്കപ്പെടുവാൻ, അത് ഒരു ദൈവത്തെ അറിയുന്ന ഭവനമെന്ന് ദേശത്തുള്ളതായ ഒരു സാക്ഷ്യം നിന്നിൽ നിന്ന് ഒരു ദിവസം കർത്താവിന് കൊണ്ടുവരുവാൻ കഴിയുമെന്ന് കർത്താവ് ദൂരമേ നിന്നെക്കുറിച്ച് കണ്ടു. ലോകസ്ഥാപനം മുൻപ് തന്നെ അവൻ നിന്നെ ക്രിസ്തുവിൽ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സ്നേഹത്തിൽ അവൻ നിന്നെ ദർശിച്ചു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നീ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നിന്നെ പേരിട്ട് വിളിച്ചു, ഓമന പേർ ചൊല്ലി വിളിച്ചു. നിനക്കും ദൈവത്തിനും മാത്രം അറിയാവുന്നതായ ചില ഭാഷയുടെ ലിപികൾ നിന്റെ നാവിൽ കർത്താവ് കുത്തിവെച്ചു. ദൈവത്തിന് സ്തോത്രം. നിന്റെ ഹൃദയം നുറുങ്ങുമ്പോൾ, വേദനിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ, താങ്ങാനാകാത്ത പ്രയാസങ്ങളും സങ്കടങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു നായ്ക്കുട്ടി കരയുന്നത് പോലെ നീ ആരോടും സംസാരിക്കാതെ വേറിട്ട് പോയി നിന്റെ ഹൃദയത്തിൽ വിങ്ങി വിങ്ങി പൊട്ടി ദൈവത്തോട് ഉച്ചരിക്കുന്നതായ ഒരു പ്രത്യേകമായ ശബ്ദ തരംഗങ്ങളുണ്ട്. അത് കർത്താവ് കണ്ട് കേട്ട് മനസ്സിലാക്കി. നിന്റെ വേദനയെ കർത്താവ് അറിഞ്ഞു. അവിടെയൊക്കെ നിന്നെ താങ്ങുവാൻ ഓടി വന്നു. നീ ദൈവത്തെ സ്നേഹിച്ചിട്ടല്ല, കർത്താവിൻ്റെ വഴികളിൽ നടന്നിട്ടല്ല, നിന്റെ സ്വന്തം വഴികളിൽ നടന്നു. എങ്കിലും കർത്താവ് അവിടെ നിന്നെ സ്നേഹിക്കിയാൽ നിന്റെ പ്രവൃത്തികളെ ഓർക്കാതെ ഞാൻ അവിടെ കടന്നു വന്നു എന്ന് കർത്താവ് പറയുകയാണ്. നിന്റെ വഴികളെ അനുഗ്രഹിച്ചു. നിനക്ക് ആവശ്യമുള്ളപ്പോൾ മഴ തന്നു, വെള്ളം തന്നു, വസ്ത്രം തന്നു, നിന്റെ ഭവനത്തിൽ സന്തോഷം കൊണ്ടുവന്നു. അവിടുത്തെ അല്ലലുകളെല്ലാം അങ്ങ് മാറ്റി, പ്രയാസങ്ങൾ മാറ്റി, അവിടുത്തെ കഷ്ടതകളൊക്കെ നീക്കി അതിനുശേഷം നിന്റെ ജീവിതത്തിൽ സന്തോഷം തന്നത് നിന്റെ പ്രവൃത്തിയിൽ കർത്താവ് എപ്പോഴും പ്രസാദിച്ചത് കൊണ്ടല്ല, നിന്റെ വഴികളെല്ലാം നീ നേരുള്ളവനായതുകൊണ്ടല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിന്നെ നേരുള്ളവനാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ സ്നേഹം നിന്നിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിന് പ്രസാദമായതുകൊണ്ടാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, കർത്താവ് നമ്മോട് പറയുന്നതായ സാക്ഷ്യം ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഹൃദയഭിത്തികളെ ഒന്ന് ഉലയ്ക്കണം, ഒന്ന് ഉടയ്ക്കണം, ഒന്ന് ദുഃഖിക്കണം. കർത്താവ് നമ്മോട് എങ്ങനെയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതെന്ന് ഓർത്ത് നമ്മുടെ ഹൃദയം ഒന്ന് നുറുങ്ങുമ്പോൾ യഹോവ സമീപസ്ഥനായി കടന്നു വന്ന് അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് ചെയ്ത അതേ ഉപകാരങ്ങൾ നിന്നെ തുടർന്ന് നിന്നെ അനുഗ്രഹമാക്കി വയ്ക്കുവാൻ, ദേശത്തു നിന്നെ തക്ക സമയത്ത് ഉയർത്തുവാൻ തക്കവണ്ണം അവൻ നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഭവനത്തിൽ പുതിയ പദ്ധതികളുമായി എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കാഴ്ചപ്പാടിൽ അനേക ദുഃഖങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതചര്യകളിൽ കണ്ടേക്കും. അതെല്ലാം കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അതെല്ലാം ചെറിയ വിഷയങ്ങളാണ്. നമുക്ക് താങ്ങുവാൻ കഴിയാത്തതായ പരീക്ഷകളൊന്നും കർത്താവ് നമുക്ക് തന്നിട്ടില്ല. പലപ്പോഴും നാം നമ്മുടെ മോഹങ്ങളാലും ആഗ്രഹങ്ങളാലും ചതിക്കപ്പെട്ടിട്ട്, നാം ആകർഷിക്കപ്പെട്ടിട്ട് അനേക കാര്യങ്ങളിൽ നാം അങ്ങനെയൊക്കെയുള്ളതായ പരീക്ഷകളിൽ കുടുങ്ങിപ്പോകുന്നു. ദൈവഹിതത്തിനായി ഏൽപ്പിക്കപ്പെട്ട് ജീവിക്കപ്പെടുന്നതായ ഒരു ഹൃദയം, ഒരു ജീവിതം, ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് അവൻ നിന്നെ നടത്തുന്നതായ വഴികളിൽ ഒക്കെയും അവൻ നിനക്ക് സന്തോഷമുള്ളവനായി, അവൻ നിനക്ക് ആരോഗ്യവും ബലവും
കൃപയും തന്നുകൊണ്ട് നിൻ്റെ ഭവനത്തെയും നിൻ്റെ ജീവിതത്തെയും പോഷിപ്പിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കാണുവാൻ, കർത്താവ് പറയുന്നതായ സാക്ഷ്യത്തെ കേട്ടുകൊണ്ട് അവൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാനുള്ളതായ ഒരു വലിയ കൃപയും അനുഗ്രഹവും അഭിഷേകവും നമുക്ക് നൽകുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.